ഹായ് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഗെയിൻ നോളജ് മിഷന്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളൊക്കെ പുരോഗമിക്കുകയാണ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ജനുവരി 10 മുതൽ 12 വരെയുള്ള 3 ദിവസത്തെ കറണ്ട് അഫയേഴ്സുകളാണ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോൾ ഓരോ 3 ദിവസം കൂടുമ്പോഴാണ് കറണ്ട് അഫയേഴ്സുകൾ അപ്ഡേറ്റ് ചെയ്ത് വരുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, ഒരുപാടില്ല, വളരെ കുറച്ചുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് സമയവും കുറച്ച് ലാഭമാണ്. കാരണം ഓരോ ദിവസം ഇരുന്ന് കാണുന്നതിൽ 3 ദിവസത്തെ ഒരുമിച്ചാകുമ്പോൾ പെട്ടെന്ന് കിട്ടും. ഒരു 5നും 10നും ഇടയ്ക്ക് വരുന്ന പോയിന്റുകൾ ഒരുമിച്ച് കൂട്ടിയിട്ട് 3 ദിവസമായിട്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. 2025-26 കാലഘട്ടങ്ങളിലേക്ക് നടക്കുന്ന പരീക്ഷകൾ, ഈ വർഷം അടുത്ത വർഷമായിട്ട് നടക്കുന്ന പ്രിലിമിനറി മെയിൻ പരീക്ഷകളിലൊക്കെ കറണ്ട് അഫയേഴ്സ് വളരെ നിർണായകമാണ്. നിങ്ങൾക്ക് 10 മുതൽ ഡിഗ്രി വരെയുള്ള ഏത് പരീക്ഷയ്ക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ സിലബസിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള കറണ്ട് അഫയേഴ്സുകളാണ് നമ്മൾ ഇതിലൂടെ അപ്ഡേറ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ജനുവരി 10 മുതൽ 12 വരെയുള്ള കറണ്ട് അഫയേഴ്സുകൾ. അതിനുമുമ്പ് ഒരു കാര്യം കൂടെ, നമ്മുടെ കറണ്ട് അഫയേഴ്സ് 2024 എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ നവംബർ ഡിസംബർ മാസത്തെയും ജനുവരി മുതലുള്ളത് കറണ്ട് അഫയേഴ്സ് 2025 എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ കൃത്യമായിട്ട് ഓരോ ദിവസത്തെയും ഫോളോ ചെയ്ത് എഴുതി തന്നെ പഠിക്കും. അപ്പൊ നമുക്ക് തുടങ്ങാം. ജനുവരി 10 മുതൽ 12 വരെയുള്ള പ്രധാന കറണ്ട് അഫയേഴ്സ്. ആദ്യം തന്നെ നോക്കാം, 2024 ഏറ്റവും ചൂടേറിയ ദിവസം ഏതാണെന്നൊരു പ്രഖ്യാപനം വന്നിട്ടുണ്ട്. 2024 ഏറ്റവും ചൂടേറിയ ദിവസം എന്ന് പറയുന്നത് ജൂലൈ 10 ആണ്. അതുപോലെ ഭൂമിയിലെ ഏറ്റവും ചൂടേറിയ വർഷം എന്ന് പറയുന്നതും 2024 ആയിരുന്നു. അതായത് നമ്മളിപ്പോ കഴിഞ്ഞു പോയ വർഷമായിരുന്നു ഭൂമിയിലെ ഏറ്റവും ചൂടേറിയ വർഷം 2024. അതുപോലെ 2024 ഏറ്റവും ചൂടേറിയ ദിവസം എന്ന് പറയുന്നത് ജൂലൈ 10 ആയിരുന്നു. ഓക്കെ, അതിപ്പോ 2024 നിൽക്കുകയാണ്. ഇനി അങ്ങോട്ട് പോകും തോറും മിക്കവാറും ഇനിയുള്ള വർഷങ്ങളൊക്കെ ചൂടേറിയ വർഷങ്ങളാകാനുള്ള സാധ്യതകളാണ് നമ്മുടെ കാലാവസ്ഥ നമുക്ക് കാണിച്ചു തരുന്നത്. അതെന്തോ ആയിക്കോട്ടെ, ഇപ്പൊ നിലവില് ഭൂമിയിലെ ഏറ്റവും ചൂടേറിയ വർഷം 2024, 2024 ഏറ്റവും ചൂടേറിയ ദിവസം എന്ന് പറയുന്നത് ജൂലൈ 10. ഓക്കെ, ഇനി അടുത്ത് നമുക്കൊരു മൊബൈൽ ആപ്പിനെ പരിചയപ്പെടാം, സമ്പൂർണ്ണ പ്ലസ്. അതായത് സ്കൂൾ കുട്ടികളുടെ ഹാജറും പരീക്ഷയിലെ മാർക്കും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ രക്ഷിതാക്കളുടെ വിരൽത്തുമ്പിൽ എത്തിക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയ ഒരു ആപ്പാണ് സമ്പൂർണ്ണ പ്ലസ്. അല്ലെ, വിദ്യാർത്ഥികൾക്ക് ആപ്പ് വന്നിരിക്കുകയാണ് സമ്പൂർണ്ണ പ്ലസ്. സ്കൂൾ വിദ്യാർത്ഥികളുടെ ഹാജരും പരീക്ഷയിലെ മാർക്ക് ഉൾപ്പെടെയുള്ള വിവരങ്ങളൊക്കെ രക്ഷിതാക്കൾക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു ആപ്പ്, അതാണ് സമ്പൂർണ്ണ പ്ലസ്. അടുത്തതായിട്ട് 2025 AI ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് ഫ്രാൻസ് ആണ്. ഫെബ്രുവരി 11-12 തീയതികളിൽ ഫ്രാൻസിലാണ് 2025 AI ഉച്ചകോടി നടക്കുന്നത്. ഓക്കെ, അപ്പൊ 2025 AI ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഫ്രാൻസ് ആണ്. 2024 AI ഉച്ചകോടി നടന്നത് ദക്ഷിണ കൊറിയയിൽ വെച്ചായിരുന്നു കേട്ടോ. ജസ്റ്റ് അതുകൂടെ ഒന്ന് നോട്ട് ചെയ്തോളാം. 2024 AI ഉച്ചകോടി ദക്ഷിണ കൊറിയയിലും 2025 AI ഉച്ചകോടി നടക്കാൻ പോകുന്നത് ഫ്രാൻസിലുമാണ്. അതുപോലെ പരിസ്ഥിതി സൗഹൃദ സുസ്ഥിര വികസന മാതൃകൾക്ക് ലഭിക്കുന്ന ഒരു അന്താരാഷ്ട്ര ബഹുമതിയാണ് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ. ഓക്കെ, ഈ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ 2 ബീച്ചുകളാണ് കാപ്പാട് ബീച്ച്, കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് ബീച്ചും കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് ചാൽ ബീച്ചും. ഈ 2 ബീച്ചിന് എന്ത് കിട്ടി? ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ. അതായത് പരിസ്ഥിതി സൗഹൃദ സുസ്ഥിര വികസന മാതൃകകൾക്ക് ലഭിക്കുന്ന അന്താരാഷ്ട്ര ബഹുമതിയായ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ചിരിക്കുന്ന കേരളത്തിലെ 2 ബീച്ചുകളാണ് കാപ്പാട് ബീച്ചും അഴീക്കോട് ചാൽ ബീച്ചും. ഓക്കെ, അതുപോലെ മറ്റൊരു കണക്കാണ് 2024 ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ നഗരങ്ങളുടെ റാങ്കിങ് പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ 5-ൽ ഉൾപ്പെട്ട ഇന്ത്യൻ നഗരങ്ങളാണ് കൊൽക്കത്ത, ബംഗളൂരു, പൂനെ. കൊൽക്കത്ത 2ാം സ്ഥാനത്ത്, ബംഗളൂരു 3ാം സ്ഥാനത്ത്, പൂനെ 4ാം സ്ഥാനത്ത്. അപ്പൊ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ നഗരങ്ങളുടെ റാങ്കിങ്ങിൽ ആദ്യ 5-ൽ ഉൾപ്പെട്ട 3 നഗരങ്ങളാണ് ഏതൊക്കെ? കൊൽക്കത്ത, ബംഗളൂരു, പൂനെ. കൊൽക്കത്ത 2ാം സ്ഥാനത്ത്, ബംഗളൂരു 3ാം സ്ഥാനത്ത്, പൂനെ 4ാം സ്ഥാനത്ത്. ഓക്കെ, ഇനി നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ പറ്റിയിട്ടുള്ള ഒരു വാർത്ത. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഈ വർഷം, അതായത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന വർഷം 6.6% വളർച്ച കൈവരിക്കുമെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. UN ഒരു സാമ്പത്തിക റിപ്പോർട്ടിൽ അവർ പ്രവചിച്ചിരിക്കുന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഈ വർഷം എത്ര ശതമാനം കൈവരിക്കും? 6.6% കൈവരിക്കും. അതുപോലെ കഴിഞ്ഞ വർഷത്തെ സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത് 6.9% എന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക റിപ്പോർട്ടിൽ പറയുന്നത്.
ഓക്കെ, നമ്മളിങ്ങനെ ഓരോ ദിവസവും ചില കണക്കുകളൊക്കെ പറയുന്നുണ്ട്. ചിലത് സാമ്പത്തിക വളർച്ചയാണ്, ചിലത് പണപ്പെരുപ്പം, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ പല റിപ്പോർട്ടുകളുടെയും പറയുന്നുണ്ട്. വേൾഡ് ബാങ്കിന്റെ റിപ്പോർട്ട്, ഐക്യരാഷ്ട്ര സംഘടനയുടെ റിപ്പോർട്ട്, IMFന്റെ റിപ്പോർട്ട്, ഇങ്ങനെ ഓരോരുത്തരുടെ റിപ്പോർട്ടിനെ ബേസ് ചെയ്തും പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ എക്കണോമിക്സ് പാർട്ട് എപ്പോഴും ടഫായിട്ട് വരുന്നൊരു ഭാഗമാണ്. ആ ഭാഗത്തിലൊക്കെ ഇതിൽ നിന്നൊക്കെ എടുത്ത് ചോദ്യങ്ങൾ വരാം. അതുപോലെ പ്രത്യേകം ശ്രദ്ധിച്ചോളുക. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് ആരുടെ റിപ്പോർട്ടാണ് എന്നും കൂടെ ഒന്ന് ബുക്കിൽ നോട്ട് ചെയ്ത് വെച്ചോണം. ഇപ്പൊ പറയുന്നത് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടിനകത്ത് പറയുന്നതാണ്. അവർ പ്രവചിച്ചിരിക്കുന്നത് ഈ വർഷം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ എത്ര ശതമാനം വളർച്ച കൈവരിക്കുമെന്നാണ്? 6.6% വളർച്ച കൈവരിക്കുമെന്നാണ് ഇപ്പൊ ആ റിപ്പോർട്ടിൽ പറയുന്നത്. അതുപോലെ കഴിഞ്ഞ വർഷത്തെ അവർ പറഞ്ഞിട്ടുള്ളത് 6.9% ഇന്ത്യയുടെ വളർച്ച എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതുപോലെ ഇന്ത്യയെ സംബന്ധിച്ച് മറ്റൊരു വാർത്തയാണ് ഔദ്യോഗിക സ്ഥിതിവിവര കണക്കുകൾക്കായുള്ള ബിഗ് ഡേറ്റയും ഡേറ്റാ സയൻസും സംബന്ധിച്ച ഐക്യരാഷ്ട്രസഭയുടെ ഒരു വിദഗ്ധ സമിതിയുടെ പേരാണ് UNCEBD എന്ന് പറയും. യുണൈറ്റഡ് നേഷൻസ് കമ്മിറ്റി ഓഫ് എക്സ്പേർട്സ് ഓൺ ബിഗ് ഡേറ്റ ആൻഡ് ഡേറ്റാ സയൻസ് ഫോർ ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. ഈ UNCEBD-യില് ഇന്ത്യക്ക് അംഗത്വം ലഭിച്ചു. അതാണ് ഒരു പ്രധാന വാർത്ത. അതായത് UNCEBD എന്ന് പറയുന്നത് ആഗോള സ്ഥിതിവിവരക്കണക്ക് സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായിട്ട് ബിഗ് ഡേറ്റയും ഡേറ്റാ സയൻസും ഒക്കെ പ്രയോജനപ്പെടുത്തുന്നതിനായിട്ട് സ്ഥാപിതമായ ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള ഒരു പ്രത്യേക സ്ഥാപനമാണ് UNCEBD എന്ന് പറയുന്നത്. ഇത് 2014 സ്ഥാപിതമാകുന്നത്. നമ്മുടെ UN-ന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് കമ്മീഷൻ ഉണ്ട്, UNSC എന്ന് പറയും, യുണൈറ്റഡ് നേഷൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് കമ്മീഷൻ. അതിന്റെ കീഴിലാണ് ഈ UNCEBD-യും വരുന്നത്. ഇതിലെ 31 അംഗരാജ്യങ്ങളും പിന്നെ 16 അന്താരാഷ്ട്ര സംഘടനകളും അടങ്ങിയതാണ് ഈ ഒരു കമ്മിറ്റി എന്ന് പറയുന്നത്. ഇന്ത്യ ഉൾപ്പെടെ 31 അംഗരാജ്യങ്ങളാണ് ഈ UNCEBD-യിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ത്യക്ക് UNCEBD-യിൽ അംഗത്വം ലഭിച്ചു. എന്താ UNCEBD? ഔദ്യോഗിക സ്റ്റാറ്റിസ്റ്റിക്സിനായിട്ടുള്ള ബിഗ് ഡേറ്റയും ഡേറ്റാ സയൻസും സംബന്ധിച്ച ഐക്യരാഷ്ട്രസഭയുടെ ഒരു വിദഗ്ധ സമിതിയാണ് UNCEBD എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ജനുവരി 12 ഒരു പ്രത്യേകത, ദേശീയ യുവജന ദിനം. ദേശീയ യുവജന ദിനം അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമാണ് രാജ്യം യുവജന ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ജനുവരി 12 എന്താണ്? ദേശീയ യുവജന ദിനം. സ്വാമി വിവേകാനന്ദ ജന്മദിനമാണ് എന്തായിട്ട് ആചരിക്കുന്നത്? ദേശീയ യുവജന ദിനമായിട്ട് ആചരിക്കുന്നത്. ഇത്തവണത്തെ പ്രമേയം എന്ന് പറയുന്നത് സുസ്ഥിരമായ ഭാവിക്കായിട്ട് യുവാക്കൾ പ്രതിരോധ ശേഷിയും ഉത്തരവാദിത്വവും ഉപയോഗിച്ച് രാഷ്ട്രത്തെ രൂപപ്പെടുത്തുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഓക്കെ, അപ്പോൾ ജനുവരി 12 പ്രത്യേകത ദേശീയ യുവജന ദിനം. ഓക്കെ, അപ്പൊ നമ്മൾ 8 പോയിന്റ് ആണ് പഠിച്ചത്. പഠിച്ച പോയിന്റുകൾ നമുക്ക് ഒന്നുകൂടെ ഓടിച്ചു നോക്കാം. 2024 ഭൂമിയിലെ ഏറ്റവും ചൂടേറിയ വർഷം. അതുപോലെ ജൂലൈ 10 2024 ഏറ്റവും ചൂടേറിയ ദിവസം. സ്കൂൾ കുട്ടികളുടെ ഹാജരും പരീക്ഷയിലെ മാർക്കൊക്കെ രക്ഷിതാക്കൾക്ക് അറിയിക്കാനുള്ള ഒരു ആപ്പാണ് സമ്പൂർണ്ണ പ്ലസ്. 2025 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് ഫ്രാൻസ് ആണ്. പിന്നെ പരിസ്ഥിതി സൗഹൃദ സുസ്ഥിര വികസന മാതൃകൾക്ക് ലഭിക്കുന്ന അന്താരാഷ്ട്ര ബഹുമതിയായ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ചത് കാപ്പാട് ബീച്ചിനും അഴീക്കോട് ചാൽ ബീച്ചിനും. 2024 ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ നഗരങ്ങളുടെ റാങ്കിങ്ങിൽ ആദ്യത്തെ 5 ഉൾപ്പെട്ട കൊൽക്കത്ത, ബംഗളൂരു, പൂനെ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ 6.6% കൈവരിക്കുമെന്നാണ് ഈ വർഷം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ 6.6% വളർച്ച കൈവരിക്കുമെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. പിന്നെ ഔദ്യോഗിക സ്റ്റാറ്റിസ്റ്റിക്സിന് വേണ്ടിയിട്ടുള്ള ബിഗ് ഡേറ്റയും ഡേറ്റാ സയൻസ് സംബന്ധിച്ച ഐക്യരാഷ്ട്രസഭയുടെ വിദഗ്ധ സമിതിയായ UNCEBD-യിൽ ഇന്ത്യക്ക് അംഗത്വം ലഭിച്ചു. ജനുവരി 12 ദേശീയ യുവജന ദിനമായിട്ട് ആചരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കറണ്ട് അഫയേഴ്സിൽ നോക്കാനുള്ളത്. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് എഴുതി തന്നെ പഠിക്കുക. അതുപോലെ ഗെയിൻ നോളജ് മിഷന്റെ കോഴ്സിൽ ചേരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ തന്നിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 10 മുതൽ ഡിഗ്രി വരെയുള്ള ഏത് പൊതുപരീക്ഷകൾക്കും നിങ്ങൾക്ക് ഇതിലൂടെ തയ്യാറെടുക്കാം. ഓക്കെ, ഫുൾ സിലബസ് ക്ലാസ് ആണ്. എല്ലാ വിവരങ്ങളും അടിസ്ഥാന വിവരങ്ങൾ മുതൽ നമ്മളുടെ ലൈവ് ക്ലാസ്സിൽ തന്നെ നോട്ട് ഉൾപ്പെടെ എഴുതി പോകുന്ന രീതിയാണ് നമ്മൾ പിന്തുടരുന്നത്. ഓക്കെ, കൃത്യമായിട്ട് നോട്ടും പ്രിപ്പയർ ചെയ്ത് പോകാം. വലിയ ജോലി ഭാരമോ ടെൻഷനോ ഇല്ലാതെ കൃത്യമായിട്ട് സിലബസ് മുഴുവനും നിങ്ങൾക്ക് ഒരു വർഷത്തെ ഒരു കോഴ്സിലൂടെ തയ്യാറെടുക്കാൻ സാധിക്കും. പ്രിലിമിനറി, മെയിൻ എല്ലാം ഉൾപ്പെടെയാണ്. സെക്രട്ടറി അസിസ്റ്റന്റ് ആണെങ്കിൽ ഇന്റർവ്യൂ ഉൾപ്പെടെയാണ് നമ്മൾ ഇവിടുന്ന് ലഭ്യമാക്കുക. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും അടിസ്ഥാന വിവരങ്ങൾ മുതൽ മുഴുവൻ കാര്യങ്ങളും 10 മുതൽ ഡിഗ്രി വരെയുള്ള ഏത് കാര്യങ്ങളും നോട്ട് ഉൾപ്പെടെ എഴുതി മെന്റർഷിപ്പ് സപ്പോർട്ടോടുകൂടി നിങ്ങൾക്ക് ഒരു വർഷത്തിൽ ഗെയിൻ നോളജ് മിഷന്റെ ഭാഗമായിട്ട് തയ്യാറെടുക്കാം. അതുപോലെ യൂണിഫോം പോസ്റ്റ് എഴുതുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്കുകൾ മാത്രമായിട്ട് വേണമെങ്കിലും ഞങ്ങളുടെ ഈ ഒരു മിഷനിലൂടെ തയ്യാറെടുക്കാവുന്നതാണ്.
ഓക്കെ, അപ്പം എക്സ്പെർട്ടായ അഭിഭാഷകരാണ് ഈ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കത് പ്രയോജനപ്പെടുത്താം. സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുമ്പോൾ CPO, വുമൻ CPO, പിന്നെ SI, പിന്നെ എക്സൈസിൽ വരുമ്പോഴത്തേക്ക് എക്സൈസ് ഇൻസ്പെക്ടർ, എക്സൈസ് ഓഫീസർ, ഇവർക്കൊക്കെ ഉള്ള +2 ഡിഗ്രി ലെവലിൽ വരുന്ന യൂണിഫോം പോസ്റ്റുകളിലേക്കുള്ള സ്പെഷ്യൽ ടോപ്പിക്കുകളും നിങ്ങൾക്ക് പ്രത്യേകം പഠിച്ചെടുക്കാം. ഓക്കെ, ഫയറിൻ്റെതും ഫോറസ്റ്റിൻ്റെതും ഞങ്ങളിപ്പോൾ തൽക്കാലം കൈകാര്യം ചെയ്യുന്നില്ല. അതിന് സമയം അനുവദിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ CPOയുടെയൊക്കെ സ്പെഷ്യൽ ടോപ്പിക്ക് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളത് എടുക്കുന്നതായിരിക്കും. കാരണം അതിന് വലിയ സമയമൊന്നും വേണ്ട, ഒരു 2-3 ആഴ്ച ഉണ്ടെങ്കിൽ പഠിക്കാവുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇത് തീർത്ത് സമയമുണ്ടെങ്കിൽ അത് ബാക്കി ഇപ്പോൾ സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ് അറേഞ്ച് ചെയ്യുന്നതിന് സമയം ഉണ്ടായിട്ടല്ല, അഡീഷണൽ സമയം കണ്ടെത്തി അവതരിപ്പിക്കണം. കാരണം ഒരുപാട് കൂട്ടുകാർ ആവശ്യപ്പെട്ടാണ്. നമ്മുടെ ഗൈനോളജിൻ്റെ കോഴ്സിലുള്ള കുട്ടികളിൽ തന്നെ ഒരുപാട് പേര് യൂണിഫോം പോസ്റ്റിന് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ട് സ്പെഷ്യൽ ടോപ്പിക്ക് നമ്മൾ അങ്ങനെ അറേഞ്ച് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് മറ്റാർക്കെങ്കിലും ചേരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ തന്നിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാം. അതേപോലെ ഡിവിഷണൽ അക്കൗണ്ടിൻ്റെ പരീക്ഷ നിങ്ങൾക്കറിയാം. ഡിവിഷണൽ അക്കൗണ്ടിൻ്റെ ഇത്തവണ സെപ്പറേറ്റ് പ്രിലിമിനറി മെയിനാണ് നടക്കുന്നത്. ഇപ്പോൾ ഡിവിഷണൽ അക്കൗണ്ടിൻ്റെ ജനറൽ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കോഴ്സ് കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ BCom ബേസ് ചെയ്തിട്ട് എലമെൻ്ററി ബുക്ക് കീപ്പിങ്ങിൻ്റെ ഭാഗം വരുന്ന ടോപ്പിക്ക് നമ്മൾ പ്രത്യേകം ഒരു സ്പെഷ്യൽ ടോപ്പിക്ക് പോലെ എടുക്കുന്നതാണ്. കാരണം 30 മാർക്കിന് പ്രിലിമിനറിക്ക് ആയിക്കോട്ടെ മെയിൻസിനായിക്കോട്ടെ രണ്ടിനും വളരെ ഇമ്പോർട്ടൻ്റ് ഭാഗമാണ് എലമെൻ്ററി ബുക്ക് കീപ്പിംഗ്. പ്രത്യേകിച്ച് കൊമേഴ്സ് പഠിച്ചവർക്ക് വളരെ എളുപ്പമാണ്, പക്ഷേ കൊമേഴ്സ് പഠിക്കാത്തവർക്ക് അത് നല്ല ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ടോപ്പിക്കുമാണ്. കാരണം ജനറൽ സർവീസിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന ഡിഗ്രി ലെവൽ എഴുതാൻ പറ്റുന്ന എല്ലാവരും അത് സെക്കൻഡ് ക്ലാസ് മാർക്കിന് മുകളിലുള്ള എല്ലാവരും അത് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ BCom പഠിക്കാത്ത ഒരാളെ സംബന്ധിച്ചോളം ആ പേപ്പർ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. ഓക്കെ, അതും നമ്മളൊരു സ്പെഷ്യൽ ടോപ്പിക്കായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുക. അപ്പോൾ ഇതിലൊക്കെ ചേരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ബന്ധപ്പെടുക. ജനറൽ കോഴ്സുകളുടെ ഏകദേശം 2-3 സീറ്റോടെ ഇനി ബാക്കിയുള്ളൂ. രാത്രി 8 മണിക്ക് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്, ബാക്കി എല്ലാ ബാച്ചും ഫുള്ളാണ്, അതനുസരിച്ച് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ചേരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിനി മറ്റൊരു അധ്യായമായി വീണ്ടും കാണാം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും. ഓക്കെ, താങ്ക് യു.